കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പഴയ റിയൽ മാഡ്രിഡ് താരമായിട്ടുള്ള ഫ്രാഞ്ചോ വന്നതോടുകൂടി ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോവുക എന്നുള്ളത് ചില ആളുകളെയൊക്കെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആശങ്കപ്പെടുത്താനൊന്നും ഇല്ല. കാരണം ഫ്രാഞ്ചിനെ നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് പോയത് മെർലോൺ ട്രൂജിലോ എന്ന് പറയുന്ന പെരുമ്പാഴായിരുന്നു. പെരുമ്പാഴ് എന്ന് തന്നെ പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു കുറ്റബോധമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ ഇടം പിടിച്ച അഡ്രിയാൻ ലൂണയുടെ നമ്പർ അണിഞ്ഞുകൊണ്ട് ഒരു പാഴ് വന്ന് കളിക്കുമ്പോൾ എത്രമാത്രം ആത്മരോഷം നമുക്കിടയിൽ ഉണ്ടായിരിക്കും. അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റുന്ന ലൂണയുടെ അതേ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഗോൾഡൻ ചാൻസ് ഓപ്പൺ പോസ്റ്റ് മുന്നിൽ കിട്ടിയിട്ട് പോലും ഗോൾ അടിക്കാൻ കഴിയാത്തവന് അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതായാലും ആ 10-ാം നമ്പർ ജേഴ്സിക്ക് ഒരിക്കലും യോജിക്കുന്ന മനുഷ്യനായിരുന്നില്ല മെർലോൺ ട്രൂജിലോ. ഒരു താരത്തിനെ അങ്ങനെ വില കുറച്ച് പറയുന്നതിനകത്ത് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ലൂണയുടെ ഐക്കോണിക് ജേഴ്സി വേറൊരാൾ അണിയുമ്പം അതിനോട് നീതി പുലർത്തുന്ന തരത്തിലൊരു പ്രകടനം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നീതി പുലർത്താൻ കഴിയാതെ പോയ മെർലോൺ ട്രൂജിലോ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരു താരത്തിൻ്റെ ഡിപ്പാർച്ചർ പലർക്കും സങ്കടം പകരുന്നതാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഈ ഒരു ഡിപ്പാർച്ചർ സന്തോഷം പകരുന്നത് തന്നെയാണ്. പുള്ളി പോട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം.